എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ഹെയർ കെയർ ചലഞ്ചിലെ ലാസ്റ്റ് വീഡിയോ ആണ്. നമ്മളൊരു ആറ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ ആണ്. നമുക്കിപ്പോൾ ഇത്രയും വീഡിയോസ് മതി. അത്യാവശ്യം നമ്മുടെ ആ ഒരു ഹെയർ കെയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഡ്രിങ്ക്സ് ആണെങ്കിലും ഉള്ളിലേക്ക് കഴിക്കുന്നതാണെങ്കിലും പുറത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഹെയർ വാഷ്, അതുപോലെ ഹെയർ ഓയിൽ, അതുപോലെ തന്നെ ഹെയർ ഷാമ്പൂ, ഹെയർ കണ്ടീഷണർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെയറിന് അല്ലെങ്കിൽ വളരെ ഹെയറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെ നമ്മൾ എടുക്കാൻ ശ്രമിക്കാം. അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് നമ്മളെല്ലാവരും ഒരുപാട് എന്താ പറയാ എല്ലാ കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് പുരോഗമിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇത് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഒരു ഇതൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് ഈ ഒരു റുട്ടീനിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഭയങ്കര നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ സ്ത്രീകൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ഉള്ള ഒരു ബയോട്ടിൻ പൗഡറാണ്. ഇത് നമുക്ക് ഹെയർ ഗ്രോത്തിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൗഡർ. ഈസി ആയിട്ടൊരു 4 ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് തയ്യാറാക്കാനായിട്ടും. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് ഇതിപ്പോൾ നമുക്ക് സീറോ കോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ മിക്സ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. ഭയങ്കര ഇഫക്റ്റീവാണ്. നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയർ ഒക്കെ നന്നായിട്ട് തഴച്ച് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ എണ്ണ തേക്കാനോ കാര്യങ്ങൾക്കോ ഒന്ന് നിൽക്കാനോ അല്ലെങ്കിൽ എണ്ണ തേച്ച് നിൽക്കുക, പാക്ക് ഇടാനോ ഒന്നും സൗകര്യവും സമയവും ഇല്ലാത്തവർക്ക് ഈ ഒരു ബയോട്ടിൻ പൗഡർ നന്നായിട്ട് ഗുണം ചെയ്യും. നമ്മളിപ്പോൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കണ പല പല കാര്യങ്ങളെക്കാളും കുറച്ചും കൂടി നമുക്ക് നല്ലത്, കുറച്ചും കൂടി നല്ലതെന്ന് പറയുള്ളൂ, മറ്റൊന്നും ചീത്തയാന്നല്ല കേട്ടോ പറയണത്. നല്ലത് നമ്മളിപ്പോൾ ഹെർബൽ ആയിട്ടുള്ളെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽ പൊടിച്ചുണ്ടാക്കുന്നതിൻ്റെ ഗുണം നമുക്ക് വേറെ ഒന്നും കിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ബയോട്ടിൻ പൗഡറാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. ഇത് പൗഡറായിട്ട് വേണമെങ്കിൽ കഴിക്കാം. കൂടുതലും ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഇത് ഡ്രിങ്ക് മാതിരി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞത് ഇങ്ങനെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് വേഗം തന്നെ നമ്മുടെ ആ ഒരു ബയോട്ടിൻ പൗഡർ റെഡിയാക്കാം. പിന്നെ ഡ്രിങ്ക് എങ്ങനെയാണ് കുടിക്കണത് കഴിക്കണതൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ സ്കിന്നിനും ഒരുപാട് ക്ലിയർ ആക്കാനും ഹെയർ ഗ്രോത്ത് ആവാനൊക്കെ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബയോട്ടിൻ പൗഡർ. ഇത് നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മളിത് കാണാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്താലാണ് നമുക്ക് ആ ഒരു കുറേ നാൾ കേടാവാണ്ടൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എള്ളാണ്. അപ്പോൾ നമ്മൾ എള്ള് കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് കഴുകിയിട്ട് ഉണക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. അപ്പോൾ അതിൽ അഴുക്കൊക്കെ പോവും. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ട് ഉണക്കിയിട്ട് പേപ്പറിൽ വെച്ച് ഇങ്ങനെ ഉണക്കിയിട്ട് ഇങ്ങനെ എടുത്തതാട്ടോ. അപ്പോൾ നല്ല അപ്പം നീറ്റാവും, അഴുക്കൊന്നും ഇല്ലാണ്ട്. നമ്മൾ പൊടിച്ച് വെക്കുന്നതായിരുന്നു. വല്ല മണ്ണും തേരിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി പൊടിഞ്ഞ് ഇതാവും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എള്ളെടുത്തു. എല്ലാം 100 ഗ്രാം എടുത്തിട്ടുള്ള കേട്ടോ. പിന്നെ ഇതിൽ ഒരു പ്രൊഡക്റ്റ്, അതായത് ഒരു കാര്യം എനിക്കിതിൽ ഇടാൻ പറ്റിയില്ല, കാരണം ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട്, നിങ്ങളത് മസ്റ്റായിട്ട് ചേർക്കുക. അപ്പോൾ ഇത് എള്ള് നമ്മൾ 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ പോയിട്ട് അടുപ്പത്ത് വെച്ചിട്ടൊന്ന്, അതായത് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ചൂടാക്കണം. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻറ്റും നമ്മൾ ചൂടാക്കുന്നത് സെപ്പറേറ്റ് ചൂടാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ നാൾ സൂക്ഷിച്ച് വെക്കുന്നത് കൊണ്ടും പിന്നെ ഇതെല്ലാം കൂടി പൊടിച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതുകൊണ്ടും പാകം പലതിൻ്റെയും പല പല ഇൻഗ്രീഡിയൻ്റ് അല്ലേ. അപ്പോൾ പാകം പലതിനും പലതാണ്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേൾക്കും. എള്ളൊക്കെ ഇങ്ങനെ പൊട്ടും. അപ്പോൾ ആ പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മളിതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ചൂട് ജസ്റ്റ് ഒന്ന് ആറാൻ വേണ്ടിയൊക്കെ കൂടി നമ്മൾ പൊടിക്കല്ലേ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എള്ള് ഭയങ്കര നല്ലതാട്ടോ. നമുക്കിങ്ങനെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി, അതായത് നമുക്കിങ്ങനെ ചെറുപ്പമാവാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും കൂടി ഇതിലുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോണത് പീനട്ടാണ്. അപ്പോൾ പീനട്ട് പലർക്കും എന്താ പറയുക, ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി തടിയുള്ളവർക്കൊക്കെ ഒരു പേടിയാണ്, ഇത് കഴിച്ച് തടി വെക്കും എന്നുള്ളത്. പക്ഷെ നമ്മൾ 100 ഗ്രാമാണ് എടുക്കുന്നത്. അതിൽ നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് 1 ടീസ്പൂണാണ് കഴിക്കണുള്ളൂ. ഒരു ദിവസം 1 ടീസ്പൂണാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എടുക്കണോണ്ട് തെറ്റില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ട 2 കൂട്ടാണ്. ഒന്ന് ബദാം, അത് ഉള്ളവർക്ക് എടുക്കാം 100 ഗ്രാം. ഞാൻ എടുക്കാതിരുന്ന മനഃപൂർവ്വം, കാരണം എല്ലാവർക്കും ഉണ്ടാവില്ല. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എൻ്റെ കയ്യിൽ തീർന്നിരിക്കുകയായിരുന്നു, ഫ്ലാക്സ് സീഡ് മസ്റ്റായിട്ട് ചേർക്കേണ്ടതാണ്. പക്ഷെ എൻ്റെ അടുത്ത് കഴിഞ്ഞിരിക്കുന്ന കേട്ടോ. ഞാൻ പിന്നീട് അത് സെപ്പറേറ്റ് പൊടിച്ച് ഇതിൽ ചേർത്തിട്ടുണ്ട്. വീഡിയോയിൽ എനിക്കത് ആഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ഓൺലൈൻ വഴി മേടിക്കാറ്. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ കയ്യിൽ കഴിഞ്ഞിരിക്കായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ 100 ഗ്രാം ഫ്ലാക്സ് സീഡും സെപ്പറേറ്റ് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിതിൽ 3 കൂട്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്: ഫ്ലാക്സ് സീഡ്, എള്ള്, അതുപോലെ തന്നെ പീനട്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് മാറ്റി വയ്ക്കുക, ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. പിന്നെ പൗഡറുകളാണ് പുറത്തുനിന്ന് മേടിക്കണത്. ഇത് ശതാവരി പൊടിയാണ്. ഇത് സ്ത്രീകൾക്ക് ഭയങ്കര നല്ലതാണ്. എന്താ പറയുക, നമുക്ക് ഈ വൈറ്റ് ഡിസ്ചാർജിനും അതുപോലെ തന്നെ നമ്മുടെ
ഹെൽത്തിനും അതേപോലെ സ്കിന്നിനും ഒക്കെ ഇതിനും ഭയങ്കര നല്ലതാണ്. ഇത് നാച്ചുറലായിട്ട് നിങ്ങൾക്ക്, അതായത് ശതാവരി പൊടി നിങ്ങൾക്ക് മേടിക്കാം, ശതാവരി കിഴങ്ങ് പൊടി മേടിക്കാം, നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം. നമുക്ക് വാങ്ങി ഉപയോഗിക്കാം, അല്ല നമുക്ക് പൊടിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ അതറിയണം കേട്ടോ എങ്ങനെയാണ് പൊടിക്കണേന്നൊക്കെ. അപ്പോൾ ഞാനിത് കടയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് എനിക്ക് പണ്ട് വൈറ്റ് ഡിസ്ചാർജിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ശതാവരിയുടെ ഈ ഒരു പൊടി കഴിക്കാൻ പറഞ്ഞിട്ട്. ഭയങ്കര നല്ലതാണ്. ഇത് ഹെയർ ഗ്രോത്തിനും പ്രൊമോട്ട് ചെയ്യും, ഭയങ്കര നല്ലത്. ഇത് നമുക്ക് അങ്ങാടി ഷോപ്പിൽ നിന്ന് തന്നെ മേടിക്കാൻ കിട്ടും. 100 ഗ്രാം. ഇത് നമുക്ക് ചൂടാക്കണം, കാരണം ഇത് കണ്ടില്ല ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് ഇരിക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്, അത് നമ്മൾ പൊടിച്ചിട്ട് അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ആ പൊടിക്കല്ല അതും കൂടി ഇട്ടിട്ട് ചൂടാക്കണം. ഇന്നത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ അശ്വഗന്ധ പൗഡർ, അതായത് അമുക്കുരം പൗഡറാണ്. ഇതും നമുക്ക് സ്കിന്നിനും ഹെയറിനും ഭയങ്കര നല്ലതാണ്. പ്രത്യേകിച്ച് ഈ 2 ഇൻഗ്രീഡിയൻറ്റും ചേരുമ്പോൾ നമുക്ക് എന്താ പറയുക, ഏജിങ് പ്രോസസ്സ് സ്ലോ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാനീ പറയുന്നത് ഇന്നത്തെ ഈ ഒരു പൗഡർ, ബയോട്ടിൻ പൗഡർ പ്രഗ്നന്റ് ആയവർ കഴിക്കരുത്. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിലും കഴിക്കരുത്, വല്ല ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തം റിസ്കിൽ വേണം. ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഞാൻ കുറേ പേര് എൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വല്ല ഡോക്ടറെ കണ്ടിട്ടൊക്കെ വേണമെങ്കിൽ ചോദിച്ചിട്ട് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആ പൗഡർ 2 ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഇൻഗ്രീഡിയൻറ്റും ഒരുമിച്ച് പൊടിക്കരുത്, റോ ഇൻഗ്രീഡിയൻസ് ആദ്യം പൊടിക്കുക. അതായത് നമ്മുടെ കയ്യിൽ ഉള്ളത് എള്ള്, അതുപോലെ തന്നെ പീനട്ട്, പിന്നെ ചേർക്കുന്നുണ്ടെങ്കിൽ ബദാമും പിന്നെ ഫ്ലാക്സ് സീഡ്. ഇത് 4 നമ്മൾ ആദ്യം ഒരുമിച്ച് പൊടിക്കണം. അതിനുശേഷം നമ്മൾ നന്നായി പൊടിച്ചിട്ട്, നല്ല നൈസാക്കി പൊടിച്ചിട്ട് ഈ പൗഡർ, അതായത് നമ്മുടെ ബാക്കി നമ്മൾ പൗഡറായിട്ട് മേടിച്ചിട്ടുണ്ടാകും ചൂടാക്കി വെച്ചിട്ടില്ലേ, ആ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് പൊടിക്കുക. പിന്നെ ഇതിൽ വേറെ ഷുഗറോ ശർക്കരയോ പനങ്കൽക്കണ്ടോ ഒന്നും ചേർക്കരുത് കേട്ടോ, ഇങ്ങനെ തന്നെ മതി. ചെറിയൊരു കയ്പ്പ് ചവർപ്പുണ്ടാവും എള്ളിൻ്റെ, അത് വേറെ വലിയ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടില്ല കേട്ടോ കുടിക്കാനായിട്ട് അല്ലെങ്കിൽ കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് ടോട്ടല് 6 ഇൻഗ്രീഡിയൻ്റ് ആണ് വരുന്നത്. അതായത് എള്ള്, പീനട്ട്, ബദാം ഉണ്ടെങ്കിൽ ബദാം ചേർക്കണം, നല്ലതാണ് നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ. പിന്നെ നമുക്ക് വരുന്നത് ഫ്ലാക്സ് സീഡ് മസ്റ്റായിട്ട് ചേർക്കണം. ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒക്കെ ധാരാളം ഉള്ളത് കൂടി നന്നായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന സ്കിന്നിനാണെങ്കിലും. പിന്നെ 2 പൗഡറുകൾ, അങ്ങനെ ടോട്ടൽ 6 ഇൻഗ്രീഡിയൻ്റ് ആണ് വരുന്നത്. ഇതിൽ ബദാമും പീനട്ടും ആണ് എനിക്ക് കുറച്ച് വണ്ണം കൂടുമോ എന്നുള്ളവർക്കൊക്കെ പേടിയുള്ളവർക്ക് മാത്രം ഒഴിവാക്കുക, ബാക്കി എല്ലാതും എന്തായാലും ചേർക്കുക. അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടി പൊടിച്ചു. അപ്പോൾ ഇതൊരു ചൂടായിട്ടുണ്ടാവും, കാരണം മിക്സി നമ്മൾ നന്നായിട്ട് പൊടിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു പൊടിയിൽ ചിലപ്പോൾ ഓൾറെഡി മുന്നേ നമ്മൾ ചൂടാക്കി വെച്ച ചൂടുണ്ടാവും, പിന്നെ നമ്മൾ പൊടിക്കുമ്പോൾ ഒരു ചൂട് തട്ടില്ലേ പൊടിക്ക്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് കുറച്ച് നേരം പേപ്പറിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരന്ന പാത്രത്തിലോ കുറച്ച് നേരം ഫാനിൻ്റെ അടിയിലൊക്കെ ഒന്ന് വെക്കുക, ചൂടാറാനാട്ടോ. പേപ്പറിലിട്ടാൽ കുറച്ചും കൂടി നല്ലതാണ്, പരത്തിയിടാൻ പറ്റും. അപ്പോൾ ചൂടാറി, ഞാൻ പേപ്പറിലിട്ടാലേ ഉണ്ണി വലിച്ചിട്ട് താഴ്ത്തിക്കിടും, അത് കാരണം താഴ്ത്തി വെക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലേറ്റിലാക്കി കുറച്ച് നീക്കിയാണ്ട് വെക്കും. അപ്പോൾ ആൾക്ക് എത്തിയില്ലേ, അപ്പോൾ ഇപ്പം മേശയുടെ മുകളിലൊക്കെ ശരിക്കും കയ്യെത്തും, ഒക്കെ പിടിച്ച് വലിച്ച് താഴ്ത്തിയിടല പണി. അപ്പോൾ അത് കാരണം ജസ്റ്റ് ഞാൻ പ്ലേറ്റിലാക്കിയിട്ട് ഒരു മൂലയ്ക്ക് അങ്ങനെ നീക്കി വെച്ചു. പേപ്പറാണെങ്കിൽ അങ്ങനെ എത്തി വലിച്ചു താഴ്ത്തിക്കിടും, എത്ര നീക്കി വെച്ചാലും അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഞാൻ പാത്രത്തിൽ വെച്ചത്. ഫാനിൻ്റെ ചുവട്ടിലാണ് കുറച്ച് നേരം വെക്കണം, കാരണം പീനട്ടിനും എള്ളിനും ഒരു എണ്ണമയം പോലെ ഉണ്ടാവും, ഒരു ഒട്ടൽ മാതിരി. അപ്പോൾ അത് കാരണമാണ് അതൊന്ന് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത്, പരമാവധി നിങ്ങൾ ചില്ലിൻ്റെ കുപ്പി ജാർ എടുക്കുക. ഞാൻ ചില്ലിൻ്റെയാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് വായവട്ടമുള്ളത്. വായവട്ടം ചെറുതായി, ഇത് വലിയ വായവട്ടമായിട്ട് അച്ചാറൊക്കെ ഇട്ടിരിക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ ഇടുന്ന മാതിരിയുള്ളതാണ്. ചെറിയ വായവട്ടാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ചില്ലിൻ്റെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കാലം നമുക്ക് കേടുകൂടാണ്ടിരിക്കുന്നതാണ് പണ്ടുള്ളവർ പറയണത്. എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ, ഓരോ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോഴേ ചില്ലിൻ്റെ ഉള്ളിൽ കുറേ നാൾ നല്ലോണം ഇരിക്കും കേടാവാണ്ട് ചില്ല് കുപ്പികളിലൊക്കെ. അപ്പം ഞാനിത് ഇങ്ങനെ ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്, ചില്ല് ബോട്ടിൽ. ഇനി നമ്മളത് സൂക്ഷിച്ച് വെക്കാം. ഇത് നമുക്ക് പൊടിയെ ആയിട്ട് കഴിക്കണേക്കാൾ കൂടുതൽ ഡ്രിങ്ക് ആയിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 2-3 മാസത്തേക്കുള്ളത് ഉണ്ടാവട്ടെ. അതാണ് ഞാൻ ഇത്രയും കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. കാരണം എന്തെങ്കിലും ശരിയായില്ലെങ്കിൽ ഇതൊക്കെ കേടായി പോകും, വേസ്റ്റ് ആവും. അതുകൊണ്ടാണ് സൂക്ഷിച്ച് ഭദ്രമായിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ബയോട്ടിൻ പൗഡർ ഇതാണ്. ഇത് ഹെയർ ഗ്രോത്തിന് ആണ് എസ്പെഷ്യലി. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മുടെ ടാർഗറ്റ് ഹെയർ ഗ്രോത്ത് ആണ്. ഇപ്പോൾ ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഹെയർ ഗ്രോത്ത് മാത്രമല്ല, ഹെയറിൻ്റെ ഇഷ്യൂസ്, അതായത് ഹെയർ ലോസ്, അതേപോലെ കുറേയധികം ഇഷ്യൂസ് ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേയധികം പ്രോബ്ലംസ് മാറി ഹെയർ നല്ല സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആവാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ബയോട്ടിൻ പൗഡർ. ഇതിൽ 4 ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്ത്രീകൾക്കും എല്ലാവർക്കും നല്ലതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് പ്രഗ്നന്റ് ആയവർ യൂസ് ചെയ്യരുത്. ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത് എന്താ പറയുക, നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ടൊക്കെ വേണം നിങ്ങൾ എന്തെങ്കിലും ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്യുമ്പോൾ അതായത് ഇൻടേക്ക് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഏത് കാര്യമാണെങ്കിലും ഡോക്ടറെ കണ്ടിട്ട് വേണം. ഇപ്പം ഞാനാണെങ്കിലോ അല്ലെങ്കിൽ ആര് പറഞ്ഞാലും നിങ്ങൾ സ്വന്തമായിട്ട് കഴിക്കണം അല്ലെങ്കിൽ കുടിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് നമ്മുടെ ബേബീനൊക്കെ നമ്മൾ ബേബീനെയും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമ്മളത് പ്രത്യേകം നോക്കിയിട്ട് വേണം. പിന്നെ പാൽ കുടിക്കുന്ന അമ്മമാർക്കൊക്കെ നോ പ്രോബ്ലം, എല്ലാവരും കുടിക്കുന്നതിന് ഇപ്പം ഞാനും ഫീഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നമില്ലാത്ത പൗഡറാണിത്. പിന്നെ ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി ബദാം ചേർക്കാം. എൻ്റെ അടുത്ത് ഉണ്ട്, പക്ഷെ ഞാൻ കാണിക്കാത്തത് എല്ലാവർക്കും ബദാം അവൈലബിൾ ആവില്ല, അഫോർഡബിൾ ആവില്ല. പിന്നത്തെ കാര്യം തടി വെക്കുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതിലത്തെ പീനട്ടും ഞാൻ പിന്നെ പറഞ്ഞിട്ടുള്ള ബദാമും നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷെ നമ്മളൊരു സ്പൂണേ കഴിക്കുന്നുള്ളൂ, അതത്ര വലിയ തടിയൊന്നും വെക്കില്ല. ഇനിയിപ്പോൾ അതും പേടിയുള്ളവർക്ക് ഒഴിവാക്കാം കേട്ടോ. ബാക്കി 3 ഇൻഗ്രീഡിയൻ്റ് തന്നെ സൂപ്പർ ഇഫക്റ്റീവാണ്. ഹെയർ ഗ്രോത്ത് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ഗ്യാരണ്ടിയാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ജസ്റ്റ് 10 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 7 ദിവസം കൊണ്ടോ അല്ല, നമ്മൾ കണ്ടിന്യൂ ഈ ഒരു ബോട്ടിൽ കഴിയുമ്പോൾ തന്നെ, ഈ ഒരു 100 ഗ്രാമിന്റെ ബോട്ടിലാണ് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻറ്റും 100 ഗ്രാം എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു 100 ഗ്രാം കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ വ്യത്യാസം എന്തായാലും കാണാൻ പറ്റും. ഹെയർ ഗ്രോത്ത് നന്നായിട്ടുണ്ടാവും, നല്ല ഉള്ളിൽ വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് ഡ്രിങ്ക് നമ്മൾ എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത്, അതായത് ഡ്രിങ്ക് ആയിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്, പ്രത്യേകിച്ച് നമുക്ക് എടുക്കാൻ പോണ നേരത്തൊക്കെ. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഇളം ചൂടുള്ള വെള്ളമാണ്. ഞാൻ പാല് അങ്ങനെ കുടിക്കുന്ന ആളല്ല, എനിക്ക് PCOD ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ പാല് എനിക്ക് ഇഷ്ടമില്ല. പിന്നെ കോഫി പ്രാന്തുള്ള കാരണം കുറച്ച് പാല് ചേർത്ത്, അത് വെള്ളം ചേർത്ത് കുടിക്കുന്ന, അല്ലാണ്ട് പാൽ അങ്ങനെ തന്നെ കുടിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇളം ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത്, അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ഈ ഒരു പൗഡറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ അലിഞ്ഞു പോകും കേട്ടോ. നല്ല പൗഡർ, ഫൈൻ പൗഡർ ആണെങ്കിൽ അലിഞ്ഞു പോകും, തരിയൊന്നും നിൽക്കില്ല. അപ്പോൾ നിങ്ങൾ മെലിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാല് കുടിക്കുന്നത് ഇഷ്ടമാണ്, പാല് കുടിക്കുന്ന കൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ സ്ഥിരം പാൽ കുടിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ ആ കുടിക്കുന്ന സമയത്ത് അതൊരു ഇളം ചൂടുള്ള പാലിലേക്ക് 1 ടീസ്പൂൺ ഈ പൗഡർ ചേർക്കാം. ഇളം ചൂടുള്ള പാലിലേക്ക് വേണം കേട്ടോ. അതുപോലെ വെള്ളമാണെങ്കിലും ഇളം ചൂടുള്ള വെള്ളം. അപ്പോൾ അന്ന് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കലങ്ങിയിട്ട് പൊടി അടിയിൽ വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ കുടിക്കണ നേരത്ത് ഇളം ചൂടോടുകൂടി കുടിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല, അതാണ് നല്ലത്. അപ്പോൾ ഇളം ചൂടോട് കൂടിയിട്ട് ഇത് കലക്കിയിട്ട്. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ എടുത്തിട്ടുണ്ട്, ഒരു എള്ളൊക്കെ കലങ്ങിയ ഒരു കളറായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതൊരു കുറച്ച് വലിയ ഗ്ലാസ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര എടുത്തിരിക്കുന്നത്. നോർമൽ ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇത് ഫുള്ളായിട്ട് നിറച്ചെടുത്തിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം, ഇളം ചൂടുവെള്ളം എടുക്കുക. പിന്നെ നിങ്ങൾക്ക് പാലൊക്കെ കുടിക്കുന്നവരാണ്, ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ, നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് പാലൊക്കെ കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇളം ചൂടുള്ള പാലിൽ ഇത് മിക്സ് ചെയ്ത് കുടിക്കാം. ഇത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. ഇത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അവരുടെ സ്കിന്നിനും ഹെയറിനും അതുപോലെ തന്നെ ഉള്ളിലേക്കുള്ള പ്രശ്നങ്ങൾ, അതായത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജിന്റെ ഇഷ്യൂസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്കും കൂടി ഹെൽപ്പ് ചെയ്യും. പീരിയഡ്സിന്റെ പ്രശ്നങ്ങൾക്കും നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഡ്രിങ്ക് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവർക്കും കുടിക്കാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് കുടിക്കേണ്ട സമയം, ഏറ്റവും നല്ല സമയം രാത്രി നമ്മൾ കിടക്കാൻ നേരത്താട്ടോ. അത് ഞാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു. രാത്രി കിടക്കാൻ നേരത്താണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് ഏറ്റവും നല്ല സമയം കേട്ടോ. ചെറിയൊരു കയ്പുണ്ടാവും നമ്മുടെ എള്ളിന്റെ, അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ ചൂടാക്കിയിട്ട് ഭയങ്കരമായിട്ട് ഉണങ്ങിയിട്ട് ഡ്രൈ ആയിട്ട് വേണം, അതായത് നമ്മൾ പൊടിക്കുമ്പോൾ ഒരു നല്ലൊരു ഹീറ്റ് ആവുമല്ലോ ഈ പൊടി, നന്നായി പരത്തി വെച്ച് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളൊരു ബോട്ടിലാക്കി സൂക്ഷിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കേടാവും. കാരണം എള്ളിനാണെങ്കിലും നമ്മുടെ പീനട്ടിനാണെങ്കിലും നല്ലൊരു ചെറിയൊരു നനവ് മാതിരി ഉണ്ടാവും. അത് നന്നായിട്ട് ഡ്രൈ ആവണം, അല്ലെങ്കിൽ ഫാനിന്റെ ചോട്ടിലൊക്കെ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വേണം ബോട്ടിലാക്കാൻ. ഇത് നമുക്ക് ഹോസ്റ്റലേഴ്സിനും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഫക്റ്റീവാണ്. ജോലിക്ക് പോകുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന, ഇത് നമ്മുടെ സ്കിന്നും കൂടിയിട്ട് വലിയൊരു മാറ്റം സ്കിന്നിനും ഹെയറിനും കൊണ്ടുവരുന്ന ഒരു പൗഡറാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പൊ നമ്മുടെ ഒരു എന്താ പറയാ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഇന്നത്തോടെ അവസാനിക്കുകയാണ്. നല്ലൊരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളതെന്നുള്ള എനിക്ക് ഇങ്ങനെ നെഞ്ചു തൊട്ട് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇനി 2-3 മാസമൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് നല്ല റിസൾട്ട്, പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. എത്ര നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് കമന്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കതൊരു സന്തോഷമാണ്. നിങ്ങളുടെ കമന്റ്, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വന്നു എന്ന് കേൾക്കുമ്പോൾ അത് മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കമന്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ ചലഞ്ച് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും കൂടി പറയണം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒരു എന്താ പറയുക 0 കോസ്റ്റിലുള്ള ഒരു സ്കിൻ ആൻഡ് ബോഡി, അതായത് ഫേസ് ആൻഡ് ബോഡി ബ്രൈറ്റനിങ് ചലഞ്ചാണ് നമ്മൾ തുടങ്ങാൻ പോണത്. അത് നമ്മൾ അടുത്ത ദിവസം തുടങ്ങാൻ പോവാണ്. അപ്പം അത് നിങ്ങൾ ഈ ഒരു സപ്പോർട്ട് ഇപ്പം നമുക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് തന്നെ നമുക്ക് തരുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വെള്ളനനവൊന്നും ഇല്ലാണ്ട് വേണം ഈ പൗഡർ സൂക്ഷിക്കാനായിട്ട്. ഇത് നമുക്ക് പൗഡറായിട്ട് കഴിക്കാം. അതാകുമ്പോൾ നമുക്കൊരു തൊണ്ടയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മാതിരി ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെയും കുടിക്കാം. ഇതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം. ഇല്ലെങ്കിൽ പാലിൽ മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.